യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയിൽ വന്നിട്ട് പറയണം കല്ലുരുട്ടി മാറ്റുവാൻ. കല്ലുരുട്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ്റെ സഹോദരൻ മാർത്ത പറയണം, കർത്താവെ, മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ ഈ കല്ലം ഉരുട്ടിക്കഴിഞ്ഞാൽ സ്മെല്ല് വരും. നിൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചു, ശരീരമെല്ലാം വീർത്തിട്ടുണ്ടാകാം, പൊട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് കല്ല് നീക്കിയിട്ട് കാണണ്ട, കാരണം അല്ലാതെ കാരണം നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാനിട എത്തുന്നു. യേശു അവളോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ സഹോദരൻ്റെ ലാസറിൻ്റെ ബോഡി കാണാൻ വേണ്ടി വന്നതല്ല, ലാസറിൻ്റെ ശവശരീരം കാണാൻ വേണ്ടി വന്നതല്ല, അതുകൊണ്ട് നാറ്റം അനുഭവിക്കാൻ വേണ്ടി വന്നതല്ല. ഒറ്റ കാര്യം പറഞ്ഞത് വെച്ചാൽ, അവളോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിൻ്റെ ലാസറിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ സാന്നിധ്യം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന യേശു കർത്താവാണ്. മധ്യാകാശത്തിൽ യേശു വരികയാണ് തൻ്റെ ജനത്തെ ചേർക്കാൻ വേണ്ടി. കാരണം യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അത് വിശ്രമിക്കുന്ന മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ശരീരവും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യതയുണ്ട്. ആ കർത്താവ് അവരിടയ്ക്ക് വന്നിട്ട് പറയും, ഞാൻ തന്നെയാണ് പുനരുത്ഥാനം ജീവനുമാകുന്നു. സ്തോത്രം. യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു വെച്ചാൽ, അവരോട് പറയുന്ന കാര്യമാണ്, അവളോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നീ വിശ്വസിച്ചാൽ മാത്രം മതി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. കർത്താവിനെ വിശ്വസിക്കാൻ അവളോട് പറഞ്ഞു. അപ്പോൾ തന്നെ യേശു കർത്താവ് കല്ലുരുട്ടി നീക്കാൻ വേണ്ടി പറഞ്ഞു. കല്ല് ഉരുട്ടി നീക്കി കല്ലുരുട്ടി മാറ്റാൻ പറ്റാത്ത പല പ്രതിസന്ധിയുടെ നടുവിൽ അത്രയും വലിയ കനമായി കിടക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്ത് ചെയ്യാം, അത് ലാസറിൻ്റെ ശവക്കല്ലറയിൽ അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് വെച്ചിരിക്കുന്ന കല്ലുരുട്ടി നീക്കുവൻ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഉരുട്ടി നീക്കിയ ശേഷം ഉരുട്ടിക്കൊണ്ടേക്ക് മാർത്ത പോലെ കർത്താവ് 4 ദിവസം നാറ്റം വെച്ച് തുടങ്ങുന്നു. കർത്താവ് സ്തോത്രം. പക്ഷേ ആ ദൈവം ഒന്ന് കാര്യമാക്കാതെ അത് ലാസറിൻ്റെ കല്ലറയിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞവൻ മരിച്ചു കിടക്കുന്നവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് വിശ്വാസത്തിൽ യേശു കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചിലത് നിങ്ങളിന്ന് ഉരുണ്ട് മാറാൻ പോവുക. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അത് ചില കല്ലുകൾ പാരമാക്കി വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, നിത്യജീവൻ, സകലവിധ അനുഗ്രഹങ്ങളുടെ വാതിലുകളും ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുമ്പോൾ അതിനെ കൊട്ടിയടച്ചുകൊണ്ട് ജയോത്സവം കൊണ്ടുവന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ ശാന്തന വൈഡരാജൂടക്കിടകശൈഡപ്രവിടെ യേശുവിൻ്റെ നാമത്തിൽ നശിച്ചു കിടക്കുന്ന ജനത്തെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി, പട്ടിണി കിടക്കുന്ന ജനത്തെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന മാനവയുടെ പാവത്തിന് വേണ്ടി അർക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് ചോദിച്ചാൽ, ലാസറിൻ്റെ കല്ലറയിൽ വന്നുകൊണ്ട് യേശു പറയുകയാണ്, അത് പുറത്തു വരിക. കർത്താവെ, അവൾ പറയുന്നത്, കർത്താവെ, മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ട്. കർത്താവ് അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, വിശുദ്ധിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ കല്ലറയിൽ ചെന്നുകൊണ്ട് പറയുന്നത്, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ ഇന്ന് എന്നെ നിങ്ങളെ നോക്കി യേശുക്രിസ്തു പ്രവചിക്കുക. കാരണം നിങ്ങളുടെ സാഹചര്യം മോശമായിരിക്കാം, നിങ്ങളുടെ സാഹചര്യം പട്ടിണിയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകലിൽ പറയുന്ന ഒറ്റ ദൂത് ഏറ്റെടുത്തോ, വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക, അതിശയങ്ങൾ നടക്കാൻ പോകുക, വീര്യപ്രവൃത്തികൾ നടക്കാൻ പോകുക. യേശു ക്രിസ്തുവിന് കഴിയാത്തൊരു കാര്യമില്ല, യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കാര്യമില്ല. ഇന്ന് തൻ്റെ ഏകജാതനായ പുത്രനും വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ച പോലെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തൻ്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കേണ്ടതിന് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി. തൻ്റെ ഏകജാതന പുത്രനെ വിശ്വസിക്കുകയാകയാൽ അവൻ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവങ്ങളുടെ ന്യായവിധി രക്ഷപ്പെടുവാൻ ഈ കർത്താവ് ശക്തനാണ്. ലാസറിൻ്റെ കല്ലറന്നോട് യേശു കർത്താവ് പറയുക, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്നവൻ, നാറ്റം വെച്ചവൻ, ആർക്കും വേണ്ടാത്തവൻ, നഷ്ടപ്പെട്ടു പോയവൻ ദൈവം വീർത്ത ശരീരം, ചീഞ്ഞ ശരീരം മാറ്റി പുതിയൊരു ജന്മവനെ കൊടുത്തതുപോലെ ഇന്ന് പകലിൽ വിളിച്ചു പറയട്ടെ, യേശു കർത്താവിന് നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. അത് മരിച്ചു കിടക്കുന്ന ലാസർ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ കല്ലറയ്ക്കകത്തുനിന്ന് അപ്പോൾ യേശു കർത്താവ് കണ്ടെങ്കിലും അവൻ വളരെ സന്തോഷത്തോടെ യേശുവിനെ പിൻഗമിക്കാനിടയെത്തുന്നു. യേശു അവനുമായി ഫുഡ് കഴിക്കാനിടയെത്തുന്നു. നമ്മളുടെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുവാനിടയെത്തീരുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പോലെ സമയം സഹായികളുടെ കൊണ്ട് സ്ഥിതി